ഞാനിവിടെ ഡൽഹിയിൽ രോഹിണിയിലുള്ള ജാപ്പനീസ് പാർക്കിലാണ്. ഇവിടെ ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം അതിമനോഹരമായ പാർക്കാണ്. ഒരു 500 ഏക്കറെങ്കിലും കാണും. വാഹനങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോകുന്നതിൻ്റെ ശബ്ദം കേൾക്കാം. അപ്പോൾ ഞാനിവിടെ വന്നത് എൻ്റെ ബാല്യകാല സുഹൃത്തായിട്ടുള്ള വിശ്വനാഥക്കുറുപ്പിൻ്റെ കഥ പറയുവാൻ വേണ്ടിയാണ്. ഞങ്ങൾ ബാല്യകാല സുഹൃത്തായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ കുറുപ്പിൻ്റെ ഫാമിലി, അതായത് ശ്രീധരക്കുറുപ്പും ഭാര്യയും മക്കളും, 3 മക്കൾ, മൂത്ത മകൻ വിശ്വനാഥക്കുറുപ്പ്, അവർ മതം മാറാൻ തീരുമാനിച്ചപ്പോൾ അവരുടെ മുത്തച്ഛൻ നൽകിയ ഒരു വെള്ളിവടി ഉണ്ടായിരുന്നു. വെള്ളിവടി എന്ന് പറഞ്ഞാൽ ശബരിമലയ്ക്ക് പോകുമ്പോൾ എത്ര വർഷം പോയോ അത്രയും പ്രാവശ്യം അതിൽ വെള്ളി കെട്ടിക്കും. ആ വടി ഉണ്ടായിരുന്നു. ആ വർഷം വരെ മലയ്ക്ക് പോകാൻ മാലയിട്ടു. കുറുപ്പ് വലിയ ആഴിപ്പടുക്കയൊക്കെ നടത്തി ശബരിമലയ്ക്ക് ഒന്ന് ആ വെള്ളിവടി അവിടെ നിക്ഷേപിച്ചിട്ട് പോകും. പിന്നീട് അവിടെ ഉണ്ടായിരുന്നത് ഒരു ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോയാണ്. എന്നെ വിളിച്ചത് എനിക്ക് വന്നു. ആ സമയത്ത് ഞാൻ ഐത്തല പള്ളിയുടെ അടുത്ത് ഐത്തല പറ്റും. അവർ റാന്നി കോളേജ് എൻ്റെ അടിവാരത്തിലുള്ള ഒരു തോട്ടത്തിൻ്റെ അടുത്തുമാണ്. അവിടെ കുടികിടപ്പുകാരായിട്ട് താമസിക്കുന്നു. അങ്ങനെ അവിടെ താമസിക്കുമ്പോഴാണ് ഈ സംഭവം. അവരുടെ അച്ഛന് കുറുപ്പിന് കപ്പ കൃഷിയും വാഴക്കൃഷിയും ഒക്കെയാണ്. അത് ഐത്തല ഭാഗത്താണ്. കപ്പ പറിച്ചുണങ്ങുന്നതുമൊക്കെ ഞങ്ങളുടെ വീട്ടുമുറ്റത്തിട്ടാണ്. അങ്ങനെ അവർ മതം മാറിയെങ്കിലും വിശ്വൻ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് മതം മാറാൻ വിസമ്മതിച്ചു. അവൻ നേരെ ചെങ്ങന്നൂർ പോയി നരേന്ദ്രഭൂഷൺജിയെ കണ്ടു. നരേന്ദ്രഭൂഷൺജി അവനെ ഫിറോസ്പൂരിൽ പഠിക്കാൻ അയക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ ആര്യ സമാജത്തിൻ്റെ കോളേജിൽ പഠിക്കാൻ തീരുമാനിച്ചു. ആ വിവരം എന്നോട് പറയുകയും ഞാൻ അടുത്ത ദിവസം രാവിലെ ആരും അറിയാതെ അവൻ്റെ വീട്ടിൽ പോലും അറിയാതെ അവനെ റാന്നി തോട്ടമൺ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വണ്ടി കയറ്റി വിട്ടു. അങ്ങനെ അവൻ ഫിറോസ്പൂരിൽ പോയി. അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു. എനിക്ക് കത്തുകളൊക്കെ വന്നുകൊണ്ടിരുന്നു. 71 യുദ്ധത്തിൽ ആ കോളേജ് തകർന്നു. അവൻ്റെ കാലിൽ വെടിയേറ്റു എന്നാണ്. ട്രെഞ്ചിലേക്ക് കയറുമ്പോൾ വെടിയേറ്റു. അങ്ങനെ അവസാനം തിരിച്ചു വന്നപ്പോൾ വീണ്ടും മതം മാറാനുള്ള നിർബന്ധമായി. ഒരു ദിവസം വൈകിട്ട് എൻ്റെ അടുത്ത് വന്നു. എന്നെയും കൂട്ടി റാന്നി ഐത്തല കലങ്കിൽ വന്നു അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു, ഇന്നലെ അമ്മ എന്നെ ചൂലെടുത്ത് തല്ലി മതം മാറാഞ്ഞ്. അതുകൊണ്ട് ഞാൻ നാളെ പോവുകയാണ്, കുമ്പനാട് മുങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. ഞാനും പൊട്ടിക്കരഞ്ഞു. അത്ര സൗഹൃദ ബന്ധമായിരുന്നു ഞങ്ങൾ തമ്മിൽ. എനിക്ക് അവനോടൊരു ആരാധനാ മനോഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അത്ര ചടുലമാണ്, അത്ര വാചക കസർത്താണ് പുള്ളിക്ക്. അങ്ങനെ അടുത്ത ദിവസം പോയി മതം മാറി കുമ്പനാട്ട് പോയി. ജോൺസൺ എന്ന പേരോടുകൂടി അങ്ങനെ മതം മാറി. പിന്നെ പ്രാർത്ഥനയും ഒക്കെ തുടങ്ങി. വലിയ ബഹളമായി. അവനെ പട്ടി കടിച്ചു. ശാലയും ഹാളിലിട്ട് പ്രാർത്ഥിച്ച് ചികിത്സിക്കുന്നു എന്ന്. ഞാൻ ഇതൊക്കെ കേട്ടെങ്കിലും അതൊക്കെ തട്ടിപ്പാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ഞാൻ പോയില്ല. ഞാൻ അധികം താമസിക്കാതെ ജബൽപൂരിലേക്ക് പോയി. എൻ്റെ ഒരു കസിൻ ബ്രദർ ജബൽപൂർ യൂണിവേഴ്സിറ്റിയിൽ എഞ്ചിനീയറായിരുന്നു, കരുണാകരൻ പിള്ള. ഞാൻ അവിടെ വന്നു. അങ്ങനെ അവിടെ ജോലിയൊക്കെ തിരക്കി അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് റായ്പൂർ ബൈബിൾ കോളേജിൽ നിന്ന് കത്തുകൾ വന്നു.
കത്തുകൾ ആരുടെ? പാസ്റ്ററിന് പഠിക്കാൻ ജോൺസൺ അവിടെ പഠിക്കുകയാണ്, ബൈബിൾ കോളേജിൽ പഠിക്കുകയാണ്. അപ്പം എനിക്ക് കത്തുകളിൽ ഞാൻ വിശ്വൻ എഴുതുമ്പോഴേ എനിക്ക് മറുപടി വന്നു, അങ്ങനെ എഴുതാൻ പാടില്ല, എല്ലാ കത്തുകളും തുറന്ന് വായിച്ചിട്ടാണ് എനിക്ക് തരുന്നത്, അതുകൊണ്ട് അങ്ങനെ എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞ് എഴുതി. ഏതായാലും ഞാൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആ സമയത്തൊക്കെ ജബൽപൂരിലാണ്. 77 ഞാൻ തിരിച്ച് നാട്ടിൽ പോയി. പോകാൻ കാരണം എൻ്റെ കസിൻ ബ്രദർ കുറേ വർഷത്തെ ലീവ് എടുത്ത് ഗൾഫിലേക്ക് ജോലിക്ക് പോയി. അവിടുന്ന് നാട്ടിൽ വന്നു. ഞാൻ ട്യൂഷൻ പരിപാടികളുമൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു വിടുന്നു. അടുത്തുള്ള അച്ചായന്മാരുടെ വീട്ടുകളിലൊക്കെ ക്രിസ്ത്യാനികൾ സമ്പന്നരായ ഒരു പ്രദേശമാണ് അയിത്തല പാരൂർ കൊട്ടാരം എന്ന് പറഞ്ഞൊരു കൊട്ടാരമുണ്ട്. ആ കൊട്ടാരത്തിലാണ് ഭഗവതി എന്ന ക്ഷേത്രത്തിലെ തിരുവാഭരണം വെക്കുന്നത്. അതാണ് അവിടെ കൊട്ടാരം എന്ന് പറയുന്നത്. 7 അറകളൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നീട് ദേവസ്വം ബോർഡ് ഏറ്റെടുത്തപ്പോൾ ഇതെല്ലാം ഈ തിരുവാഭരണ സഹിതം ആറന്മുളയ്ക്ക് കൊണ്ടുപോയി. അപ്പം അങ്ങനെ ട്യൂഷനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് HYMയുടെ പ്രവർത്തനം തുടങ്ങിയതും. റാന്നി ഭഗവതി ക്ഷേത്രമാക്കിയാണ് തുടങ്ങിയത്. തുടർന്ന് ഞങ്ങൾ പരുത്തിക്കാവ് ക്ഷേത്രത്തിൽ ഒരു യൂണിറ്റ് ഉണ്ടാക്കി. അതിൻ്റെ പ്രസിഡൻറ്റ് ഞാനും, അജിത്ത് ഖജാൻജിയും, ബാലാജി കേന്ദ്രസമിതി അംഗവും, ഭദ്രൻ ഒക്കെ ഉണ്ടായിരുന്നു, ജോയിൻറ്റ് സെക്രട്ടറിയോ എന്തോ ആയിരുന്നു. പിന്നെ ഒരു സനിലുണ്ടായിരുന്നു, ഇപ്പോഴില്ല, സനിൽ അതിൻ്റെ സെക്രട്ടറി. അങ്ങനെ പ്രവർത്തനം തുടങ്ങി. ക്രമേണ ഞങ്ങൾ RSSലേക്ക് വഴുതി വീണു. RSSൻ്റെ ശാഖ തുടങ്ങിയപ്പോൾ ഭയങ്കര എതിർപ്പായി. പിന്നെ ഞങ്ങൾ ക്ഷേത്ര മൈതാനത്ത് നിന്ന് വേറൊരു പറമ്പിലേക്ക് മാറ്റി. അങ്ങനെ ബാലാജി RSSൻ്റെ 1 മാസത്തെ ക്യാമ്പിന് പോയി തുറവൂര്. അടുത്ത വർഷം ആയപ്പോൾ ഞാനും പോയി. ഞാൻ പോയതോടുകൂടി ഞാൻ സംഘപ്രചാരകനായിട്ടും മാറി. ഞാൻ മാഞ്ഞൂര് വിസ്താരകനായും ഏതാനും മാസം വർത്തിച്ചു. മാഞ്ഞൂർ, കുറുപ്പന്തറ, മാഞ്ഞൂർ, കടുത്തുരുത്തി, കല്ലറ, ഇങ്ങനെ പഞ്ചായത്ത്. പിന്നീട് ഞാൻ വൈക്കം താലൂക്കിൻ്റെ പ്രചാരകനായി ആവുകയുണ്ടായി. വൈക്കത്ത് അങ്ങനെ 2 വർഷം അവിടെ പ്രവർത്തിച്ചു. അതിനുശേഷം എനിക്ക് വൈപ്പങ്കരയ്ക്ക് ട്രാൻസ്ഫർ കിട്ടി. അങ്ങനെ ഞാൻ വൈപ്പങ്കരയുടെ പ്രചാരകനായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിനൊപ്പം എനിക്ക് വിവരം കിട്ടി, ഇവൻ പാസ്റ്ററായിട്ട് ബോംബെയിൽ വർക്ക് ചെയ്യുന്നു. ബോംബെയിൽ അവൻ്റെ പാസ്റ്ററുടെ ഒരു സഹോദരിയെ തന്നെ കല്യാണമൊക്കെ കഴിച്ചെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്. ഒരു ദിവസം ഞാൻ ചെറായി കാര്യാലയത്തിൽ രാവിലെ വന്നപ്പോൾ കതവ് തുറന്നപ്പോൾ ഒരു കത്ത് കിടക്കുന്നു. കത്ത് ഞാൻ പൊട്ടിച്ച് വായിച്ചപ്പോൾ എൻ്റെ ബാല്യകാല സുഹൃത്ത് വിശ്വനാഥ കുറുപ്പിൻ്റെ പാസ്റ്റർ ജോൺസണിൻ്റെ കത്താണ്. അപ്പോൾ എനിക്ക് എഴുതിയിരിക്കുന്നു, നീ അത്യാവശ്യമായും ലൂസിയ ഹോട്ടലിലൊന്ന് വരണം. അവിടെ 203 നമ്പർ മുറിയിൽ ഞാനുണ്ടാകും, എനിക്ക് കാണണം. ഞാൻ ഉടൻ തന്നെ കുളിയൊക്കെ കഴിഞ്ഞു നേരെ ലൂസിയ ഹോട്ടലിലേക്ക് പോയി. എറണാകുളത്താണ് ലൂസിയ ഹോട്ടലിൽ പോയി കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പം പേഴ്സിൽ നോക്കിയപ്പോൾ 500ൻ്റെ നോട്ടുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു. അവിടെ കാപ്പി കുടിച്ചു. വെയിറ്റർക്ക് പൈസ അവിടുത്തെ 500 കൊടുത്തു. ബാക്കി നീ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ ഒരു സംശയം, എടാ നീ എവിടെയാ? ബോംബെ വല്ല അണ്ടർവേൾഡിലും വല്ലതും ആണോ? അവനൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ അടുത്ത് തന്നെ നാട്ടിലേക്ക് പോവുകയാണ്, എനിക്കൊരു ജോലി വേണം. ഓ അതിനെന്നാ നീ ബോംബെക്ക് പോരെ, ഒരു നമ്പരും ഒരു അഡ്രസ്സും ഒക്കെ തന്നു. ഞാൻ അവിടുന്ന് ഒരു 1-2 വർഷം കഴിഞ്ഞായിരിക്കണം ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോയി. റാന്നിയിൽ RSSൻ്റെ റാന്നി താലൂക്ക് ബൗദ്ധികപരമായിട്ട് 1 വർഷം വർക്ക് ചെയ്തിട്ട് അതിനുശേഷം വീണ്ടും ഞാൻ ജബൽപൂരിലേക്ക് വന്നു. ജബൽപൂരിൽ 87 വന്നു, 89 ഡൽഹിയിലും വന്നു. 89 തൊട്ട് ഞാൻ ഡൽഹിയിലാണ് താമസം, മെഹ്റോളിയിൽ. അങ്ങനെ മെഹ്റോളിയിൽ താമസിക്കുന്ന കാലം
ഞാൻ 91 എൻ്റെ വിവാഹം ആർക്കേപുരം അയ്യപ്പ ക്ഷേത്രത്തിൽ വെച്ച് നടന്നു. 92, 93, 94 ഇങ്ങനെ 95, 96 ആയി കാണണം. ഒരു ദിവസം ഞാൻ ഷെയ്ഖ്സ്രായിലെ ഒരു ഹോമിയോ ഡോക്ടറുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരനാണ്, RK നായർ. ഇപ്പോഴും അദ്ദേഹമുണ്ട്. ബോർഡറിലാണ് താമസം. ഇവിടെ ഫരീദാബാദിലേക്ക് പോകുന്ന ബോർഡറിലാണ് താമസം. ഞാൻ വിളിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് മരുന്ന് വാങ്ങിക്കാൻ പോയിട്ട് ഞാൻ തിരിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് വരുമ്പോൾ എന്നെ ഒരാൾ 2 കൈ നീട്ടി ഫുട്പാത്ത് അങ്ങ് തടഞ്ഞു. അപ്പോൾ ഞാൻ താഴേക്ക് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ച് താഴേക്ക് ഇറങ്ങിയപ്പോൾ അവിടെയും തടഞ്ഞു. അപ്പോൾ ഞാൻ മുഖമുയർത്തി നോക്കിയപ്പോൾ സാക്ഷാൽ വിശ്വനാഥക്കുറുപ്പ് എൻ്റെ മുൻപിൽ, പ്രവീൺ നായർ എന്ന പേരോടുകൂടി പുതിയ ഒരവതാരം. അപ്പം ഞാനീ അടുത്ത ഒരു വീഡിയോ ഇതാക്കാൻ ബാക്കി ഭാഗമെന്ന് ഞാൻ വിചാരിക്കുന്നു.